ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടാവുന്ന ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്കൊന്ന് കേക്കിൻ്റെ ഒക്കെ അതേ രുചി വരുന്ന ഒരു സ്നാക്കും കൂടിയാണ്. നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇവിടെ 4 കഷ്ണം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എടുക്കുന്ന ബ്രെഡ് എപ്പോഴും നല്ല കട്ടിയുള്ള ബ്രെഡൊക്കെ എടുക്കാൻ നോക്കുക. കനം കുറഞ്ഞ ബ്രെഡ് എടുക്കുന്നതിനേക്കാളും ഇച്ചിരി കട്ടി കൂടിയ ബ്രെഡാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ അരുവെല്ലാം, ആ ക്രസ്റ്റ് ഭാഗമെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി കളയണം. അപ്പം മുറിച്ച് മാറ്റുന്ന ക്രസ്റ്റ് നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനത് ആദ്യം ഒന്ന് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ 4 കഷ്ണം ബ്രെഡിൻ്റെയും ക്രസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കൊച്ചു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഞാൻ 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് വേണം. 4 കഷ്ണം ബ്രെഡിന് ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ബ്രെഡ് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. അപ്പം 3 മുട്ടയുടെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കേക്കിൻ്റെ ഒക്കെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കതല്ല, വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പകരം ഏലക്കയുടെ പൊടി ഇച്ചിരി ചേർത്തെന്നാലും നല്ല ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, എന്താണോ ഇഷ്ടം, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ഒക്കെ ഒരു രുചിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്കിതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല കുറച്ചും കൂടെ റിച്ചൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്തെന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു ക്രസ്റ്റൊക്കെ മുറിച്ച് മാറ്റിയിട്ടുള്ള ബ്രെഡ് ഈ ഒരു മുട്ടയുടെ ഒരു മിക്സിനകത്ത് മുക്കി ഒന്ന് റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം ഉപ്പുള്ള ബട്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ ആ മുട്ടയുടെ മിക്സിനകത്തോട്ട് ഉപ്പ് ചേർക്കാഞ്ഞത്. നമുക്ക് അത്യാവശ്യം ഉപ്പ് ഈ ഒരു സോൾട്ടഡ് ബട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ബട്ടറാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ബട്ടർ ചേർക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആദ്യത്തെ ഒരു ബ്രെഡ് ഇതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇതിനകത്തുനിന്ന് എക്സ്ട്രാ വരുന്ന ആ ഒരു ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒത്തിരി ഇപ്പം നമ്മൾ ചിലപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, മുട്ടയിൽ നിന്ന് മുക്കി പൊരിക്കുമ്പോൾ ഇച്ചിരി മുട്ടയുടെ ആ പാട പോലെ ഇങ്ങനെ എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് കൊടുത്തെന്നാലും മതി. എക്സസ് ആയിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ആ ഒരു ബ്രെഡിൽ നിന്ന് താഴെ പാത്രത്തിലോട്ട് വീണോളും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകമൊക്കെ എന്നാലാണ് വെന്ത് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേയൊക്കെ നല്ല കളറിലൊക്കെ വരും, പക്ഷെ അകം വെന്ത് വരത്തില്ല. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒത്തിരി അങ്ങ് ഇതിൻ്റെ നിറം മാറണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ മറ്റൊരു ബ്രെഡും കൂടെ ഇതേപോലെ ഒന്ന് മുക്കി എടുത്ത് ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ലെയർ ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും, മാത്രമല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ എല്ലാ സൈഡും 4 സൈഡും ഒരുപോലെ തന്നെ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ 3ാമത്തെ ബ്രെഡും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് 4ാമത്തെ ബ്രെഡും ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഈ 4 ബ്രെഡിൻ്റെയും സൈഡൊക്കെ ഒരുപോലെയൊക്കെ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിനോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നതിന് മുൻപ് ഞാൻ ഇത് ചൂടോടുകൂടെ തന്നെ ഒന്ന് നടുവേ ഒന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതേപോലെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് ഓരോരോ ബ്രെഡായിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള
ഒറ്റയടിക്ക് തന്നെ നമുക്ക് എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.